PSC നിയമനങ്ങളിലെ ക്രമക്കേടുകൾക്കും അഴിമതികൾക്കുമെതിരെ സമരം ശക്തമാക്കി യുവമോർച്ച. ഓഗസ്റ്റ് 5, 6, 7 തീയതികളിൽ കളക്ടറേറ്റുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. ആസൂത്രണ ബോർഡിലെ വിവാദ നിയമനം ആസൂത്രിതമായിരുന്നുവെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് വ്യക്തമാക്കി. PSC ചെയർമാന്റെ നേതൃത്വത്തിലാണ് ആസൂത്രണ ബോർഡിലെ ക്രമക്കേടുകൾ നടന്നതെന്നും പാർട്ടി നൽകിയ പട്ടികയിലെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ഉറപ്പിക്കാൻ നിരവധി അർഹരായ ഉദ്യോഗാർത്ഥികളെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് ആരോപിച്ചു. പാർട്ടിയുടെ ലിസ്റ്റിൽ നിന്നും കൊടുത്തിട്ടുള്ള ആളുകളെ 1ാം റാങ്കിലേക്കും 2ാം റാങ്കിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര ആസൂത്രിതമായിട്ടാണ് PSC ചെയർമാൻ ഇത്തരത്തിൽ നടപ്പിലാക്കിയത് എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്ന വലിയൊരു കാര്യമാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങളുടെ തുടർച്ചയെന്നോണം കേരളത്തിലെ മുഴുവൻ കളക്ടറേറ്റുകളിലേക്കും ആഗസ്റ്റ് മാസം 5, 6, 7 തീയതികളിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ യുവമോർച്ച തീരുമാനിച്ചിട്ടുണ്ട്. PSCയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തൃപ്തികരമല്ല. അതുകൊണ്ട് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഒരു അന്വേഷണം സർക്കാർ ആവശ്യപ്പെടണം എന്ന് യുവമോർച്ച തുടക്കം മുതൽ ഈ സമരത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിനെതിരെ പ്രതികരിക്കേണ്ട DYFI ഇപ്പോൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ട സംഘടനയായി മാറിയെന്നും പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങൾ അധികാരത്തിലെത്തിയ ശേഷം മുഖ്യമന്ത്രി മറന്നുവെന്നും യുവമോർച്ച വിമർശിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന LPST ഉദ്യോഗാർത്ഥികളുടെ ദുരിതം മുഖ്യമന്ത്രി കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും യുവമോർച്ച കുറ്റപ്പെടുത്തി. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ കിടക്കുന്ന ഒഴിവുകൾ സർക്കാർ ഇടപെട്ട് അടിയന്തരമായി PSCക്ക് റിപ്പോർട്ട് ചെയ്യിപ്പിക്കണമെന്നും കഴിഞ്ഞ 10 വർഷത്തെ PSC നിയമനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും യുവമോർച്ച ആവശ്യപ്പെട്ടു. PSC ചെയർമാനെ നിയമിക്കുന്നതിന് വ്യക്തമായ ചട്ടം രൂപീകരിക്കണമെന്നും യുവമോർച്ച ആവശ്യപ്പെട്ടു. സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ആഗസ്റ്റ് 5, 6, 7 തീയതികളിൽ സംസ്ഥാനത്തെ എല്ലാ കളക്ടറേറ്റുകളിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും യുവമോർച്ച അറിയിച്ചു. ജനം, തിരുവനന്തപുരം.